കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ കായംകുളത്ത് നടക്കുന്ന 33ാം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ 33ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടക്കുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു. സാംസ്കാരിക സമ്മേളനം യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സമൂഹത്തിന്റെ ചരിത്രത്തിലാണെങ്കിലും കേരള സമൂഹത്തില് ഇപ്പോഴുള്ള രീതിയിലാണെങ്കിലും ഉദ്യോഗസ്ഥ സമൂഹത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ സാറ് പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥർ ഫയലിൻ്റെ പുറത്ത് അടയിരുന്നാൽ കാര്യം നടക്കത്തില്ല സാറേ. ഒരുപാട് പേര് ഇപ്പോഴും അടയിരിക്കുന്നവരുണ്ട് സാറേ. അപ്പം ചിലർ നമ്മൾ ഓർക്കും ഒന്ന് വേഗം ഒരു പെൻഷൻ ആയിരുന്നെങ്കിൽ നോർക്കും. ചിലരാണ് പെൻഷൻ ആകുമ്പോൾ നമ്മുടെ നെഞ്ചിരിക്കും ഇവർ പെൻഷൻ ആവണ്ട, കാരണം ഈ ഫയലെല്ലാം ഇവരാ നോക്കിക്കൊണ്ടിരുന്നത്. മിടുക്കരായിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥർ, ഞാൻ 100 പേരെ കാണുമ്പോൾ 90 പേരും മിടുക്കരാട്ടോ, 10 പേരായിരിക്കും അലസരുള്ളത്. പക്ഷേ ഒരു അലസം വിചാരിച്ചാൽ മതി, ഒരു മാമ്പ്രക്കന്ന പാലം വേണേ അവിടെ ഇരിക്കും അല്ലേ, വരത്തില്ല. ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ വേണേൽ തീരാതെ അവിടെ ഇരിക്കും. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ആത്മാർത്ഥതയോടെ പണിയെടുക്കണം എന്നുള്ള ഒരു പോളിസിയോടെ പുതിയ തലമുറയിലെ ഉദ്യോഗസ്ഥർക്കടക്കം വേണം. ഞങ്ങൾ ചെയ്യുന്ന കാര്യം ഞങ്ങളുടെ അടുത്ത് വന്ന് യാചിച്ചാൽ മാത്രമേ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നല്ല, ഇത് എൻ്റെ കടമയാണ്, എനിക്ക് സർക്കാർ ശമ്പളം നൽകുന്ന ഇതിനാണ് എന്ന രൂപത്തിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പുതിയ തലമുറയിലെ നല്ല ശതമാനം ഉദ്യോഗസ്ഥർക്കും ഇനിയും കഴിയണം. ജോലി എന്നൊക്കെ പറഞ്ഞ ഒരു അലങ്കാരമൊന്നുമല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ജനപ്രതിനിധികൾ ഞങ്ങളുടെ ജോലി ഉത്തരവാദിത്തത്തോടാണ് ചെയ്യുന്നത്. 100% ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഞങ്ങളെ പല കാര്യങ്ങളിൽ നിന്നും ഒരു സ്ട്രെയിൻ വർക്കാണ്. ഞാൻ 2 ദിവസമായിട്ടും വല്ലാത്തൊരു മെൻ്റൽ സ്ട്രെയിനിലൂടെ പോകുന്നത്. കാരണം മാമ്പ്രക്കന്ന പാലം 25% എബോയിൽ ULCC എടുത്തപ്പം ഈസി ആയിട്ട് തീരുമാനിക്കാമെന്നുള്ളൂ, ക്യാബിനറ്റിലേക്ക് വെക്കുക, തീരുമാനിക്കുക, അതിട്ട് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി. ഇന്നലെ ഞാൻ ബിജു IAS ആണ് എൻ്റെ പൊതുമരാമത്ത് സെക്രട്ടറി, അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അണ്ടർ സെക്രട്ടറി എഴുതി കഴിഞ്ഞിരിക്കുക റീടെൻഡർ. അണ്ടർ സെക്രട്ടറിക്ക് റീടെൻഡർ എഴുതിയാൽ മതി, നാട്ടിലെ മനുഷ്യരാണ് കഷ്ടപ്പെടുന്നത്. പൊതുമരാമത്ത് സെക്രട്ടറിയോട് പോലും ആലോചിക്കാൻ അണ്ടർ സെക്രട്ടറി എഴുതുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും നിരവധി തവണ പറഞ്ഞു, നിങ്ങൾ ഫയൽ കെട്ടി വെക്കരുത്, ഫയലിൽ ജീവിതം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു പറ്റ ഉദ്യോഗസ്ഥർ ഇന്നും അങ്ങനെയാണ്. അവർ ശരിക്കും നമ്മുടെ നാടിന് ശരിക്കും ആ തരത്തിൽ പെരുമാറുന്ന, അതായത് തെറ്റായി പെരുമാറുന്ന ഉദ്യോഗസ്ഥർ. ഞാനിത് പറഞ്ഞാൽ പറയും ഉദ്യോഗസ്ഥർ നാടിന് ശാപം എന്ന ക്യാപ്ഷൻ വരുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഉദ്യോഗസ്ഥർ നാടിന് ശാപമല്ല, ഉദ്യോഗസ്ഥർ നാടിന് അനുഗ്രഹമാണ്. പക്ഷേ തെറ്റായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ നാടിന് ശാപം തന്നെയാണ്, അല്ലേ? KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ B. ജീവൻ അധ്യക്ഷത വഹിച്ചു. KSSPU ജില്ലാ സാംസ്കാരിക വേദി കൺവീനർ M. ജോഷുവ സ്വാഗതം പറഞ്ഞു. പ്രൊഫസർ V. കാർത്തികേയൻ നായർ വിഷയാവതരണം നടത്തി. ശരാശരി 5 ലക്ഷം പേര് ഓരോ വർഷവും SLC പരീക്ഷ എഴുതാറുണ്ട്, അല്ലെങ്കിൽ തൊട്ട് താഴെ 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയ്ക്ക്. അത്രയും പേർക്ക് ഹയർ സെക്കൻഡറിയിൽ പ്രവേശനമുണ്ട്, അത്രയും പേര് ഹയർ സെക്കൻഡറി കഴിഞ്ഞ് പുറത്തു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ശരാശരി ഒരു വർഷം 5 ലക്ഷം പേർ പരീക്ഷ എഴുതി പുറത്തു വരിക, ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞ് പുറത്തു വരികയാണെങ്കിൽ അവർ പുറത്തു വരുന്നത് വോട്ടർമാരായിട്ടാണ്. 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ 25 ലക്ഷം പുതിയ വോട്ടർമാർ വരും. ഈ പുതിയ വോട്ടർമാർ എങ്ങോട്ട് പോകുന്നുവെന്ന് നമുക്കറിയില്ല. നമ്മൾ സ്കൂളിലും കോളേജിലും പഠിച്ചിരുന്ന കാലത്ത് അവരെങ്ങോട്ട് പോകണമെന്നറിയാം, എങ്ങോട്ട് പോയി എന്നറിഞ്ഞോണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. കൗമാരപ്രായത്തിൽ, നമ്മുടെ പ്രായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രായം കുറച്ച് കാലം കൂടെ കഴിഞ്ഞതിന് ശേഷം കൗമാരപ്രായത്തിൽ നമ്മൾ പഠിച്ചിരുന്ന പ്രീ ഡിഗ്രിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിലോ അവരുടെ മനോഭാവം എന്താണ്, അവരുടെ താല്പര്യങ്ങൾ എന്താണ്, അഭിരുചി എന്താണെന്ന് കൃത്യമായി നമുക്കറിയാമായിരുന്നു. അതനുസരിച്ച് സമൂഹം രൂപകൽപ്പന ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോഴത് സാധിക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തെ പോലൊരു സംസ്ഥാനത്തിൽ ജനിച്ചു വീഴുന്ന മുഴുവൻ കുട്ടികൾക്കും പള്ളിക്കൂടത്തിൽ പോകാൻ സൗകര്യമുള്ളതുകൊണ്ട് അവരെ രൂപകൽപ്പന ചെയ്തെടുക്കേണ്ടതിന് സോഷ്യൽ എഞ്ചിനീയറിംഗ്, സാമൂഹ്യമായ ഒരു ആസൂത്രണം ആവശ്യമാണ്. ആ സാമൂഹ്യമായ ആസൂത്രണം വഴിതെറ്റിപ്പോയാൽ ഭാവി കേരളം അപകടത്തിലാവും. സാംസ്കാരിക രംഗത്തെ പുതിയ പ്രവണതകൾ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ നടന്നത്. KPSC സെക്രട്ടറി അഡ്വക്കേറ്റ് A. ഷാജഹാൻ, കവിയും പ്രഭാഷകനുമായ ഡോക്ടർ ചേരാവള്ളി ശശി, കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കായംകുളം ടൗൺ ബ്ലോക്ക് സാംസ്കാരിക വേദിയെ പ്രതിനിധീകരിച്ച Y. നാസറുദ്ദീൻ കൃതജ്ഞത പറഞ്ഞു. തുടർന്ന് KSSPU സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഗാനമേള നടത്തി. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ബുധനാഴ്ച വിളംബര ജാഥ നടക്കും. കായംകുളം മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നും 4 മണിക്ക് ആരംഭിക്കുന്ന വിളംബര ജാഥ കാദിശ ഓഡിറ്റോറിയത്തിന് സമീപം സമാപിക്കും. വ്യാഴാഴ്ച നടക്കുന്ന സമ്മേളനം സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. CDNet ന്യൂസ്, കായംകുളം.